ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ ആ ഒരു ഫോർമാറ്റിൽ വരുന്ന ഓരോരോ ടോപ്പിക്സും അതിന്റെ സബ് ടോപ്പിക്സും ആണ് നമ്മൾ നോക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസും ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നത് ഒരു കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ, അതായത് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ആണ്. അത് കമ്പനിയുടെയും അതേപോലെ ഉടമസ്ഥരുടെയും നിക്ഷേപം പ്രതിഫലിക്കുന്ന ഫണ്ടാണ് എന്ത് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ സബായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരുന്നുണ്ട്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറന്റ്സ് വരുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് സമാഹരിച്ച മൂലധനം, ക്യാപിറ്റൽ, അതാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ചതും ക്യാപിറ്റൽ ബേസ്ഡ് ഫണ്ട്സും ആണ് എന്ത്? റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നത്. മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറന്റ്സ് എന്ന് പറയുന്നത് ഭാവിയിൽ ഷെയർസായി മാറ്റാൻ ലഭിച്ച പണം, അതിനെയാണ് മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറന്റ്സ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നോക്കുന്നത് നമ്മൾ ലയബിലിറ്റീസ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റീസ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വരുന്നത് എന്താണ്? ലയബിലിറ്റീസ് ആണ് എടുക്കുക, അല്ലെ? ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ടാണ് ലയബിലിറ്റീസ് കാണിക്കുന്നത്. ഒന്ന് നോൺ കറന്റ് ലയബിലിറ്റീസും പിന്നെ ഒന്ന് കറന്റ് ലയബിലിറ്റീസും. നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയാണ് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ സാധാരണയായിട്ട് 12 months കഴിഞ്ഞ് അടയ്ക്കേണ്ട ബാധ്യതകൾ. ഉദാഹരണം ലോങ് ടേം ലോൺസ്, ഡിബെഞ്ചേഴ്സ്, ഇതൊക്കെ നോൺ കറന്റ് ലയബിലിറ്റീസിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇതിന്റെ മറ്റ് പ്രധാന നോൺ കറന്റ് ലയബിലിറ്റീസിൽ വരുന്ന പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ലോങ് ടേം ബോറോയിങ്സ്, ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുത്ത ലോങ് ടേം ദീർഘകാല വായ്പകളൊക്കെയാണ് നമ്മൾ ലോങ് ടേം ബോറോയിങ്സിൽ കാണിക്കുക. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അക്കൗണ്ടിങ്ങും അതേപോലെ ടാക്സ് നിയമങ്ങളിലും ഉള്ള വ്യത്യാസങ്ങൾ മൂലം വരുന്ന ചില ലയബിലിറ്റീസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അസറ്റ്, ഫിക്സഡ് അസറ്റിന് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലേ? അപ്പൊ നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരവും കാൽക്കുലേറ്റ് ചെയ്യും, ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടുന്നത് രണ്ടും രണ്ട് എമൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ അതുമൂലം അവിടെ ഒരു ടാക്സ് ലയബിലിറ്റിയിൽ ഒരു ഡിഫറൻസ് വരും. അപ്പൊ ഒന്നില്ലെങ്കിൽ അതൊരു അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെ അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് നിയമങ്ങളിൽ വരുന്ന വ്യത്യാസം മൂലം വരുന്ന ലയബിലിറ്റീസ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് കാണിക്കുക. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണെന്ന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതർ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് അതർ ലോങ് ടേം ലയബിലിറ്റീസിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ ലോങ് ടേം പ്രൊവിഷൻസ്, ഗ്യാരണ്ടി, പെൻഷൻ പോലുള്ള ദീർഘകാല ബാധ്യതകൾക്കായിട്ട് മാറ്റിവെക്കുന്ന തുക, ലോങ് ടേമിനായിട്ട് മാറ്റിവെക്കുന്ന തുകയൊക്കെ ഏതിലാ വരിക? ലോങ് ടേം പ്രൊവിഷൻസിൽ വരും. നെക്സ്റ്റ് പിന്നെ എന്താണ്? കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 12 മാസത്തിനുള്ളിൽ അടയ്ക്കേണ്ട ബാധ്യതകൾ. നോൺ കറന്റ് ലയബിലിറ്റീസ് പറഞ്ഞാൽ 12 മാസം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ടതാണ്. കറന്റ് ലയബിലിറ്റീസ് പറഞ്ഞാൽ 12 മാസത്തിനുള്ളിൽ അടയ്ക്കേണ്ട ബാധ്യതകൾ, കമ്പനിയുടെ കറന്റ് ഓപ്പറേഷൻസുമായി നേരിട്ട് ബന്ധപ്പെട്ട ലയബിലിറ്റീസ്. അതിൽ വരുന്ന കറന്റ് ലയബിലിറ്റീസിൽ വരുന്ന പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഷോർട്ട് ടേം ബോറോയിങ്സ്. ഷോർട്ട് ടേം ബോറോയിങ്സിൽ എന്തൊക്കെ വരും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള ലോൺസ് ഒക്കെയാണ് ഷോർട്ട് ടേം ബോറോയിങ്സിൽ വരുന്നത്. പിന്നെ ട്രേഡ് പേയബിൾസ്, സപ്ലയേഴ്സിന് അടയ്ക്കേണ്ട തുക, അതായത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു വെച്ചാൽ പിന്നീടായിരിക്കും ആ സപ്ലയേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അതിനെയാണ് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രേഡ് പേയബിൾസിന്റെ എമൗണ്ട് ഒക്കെ നമ്മൾ ഈ ട്രേഡ് പേയബിൾസിന്റെ ഹെഡിലായിരിക്കും കാണിക്കുന്നുണ്ടാവും. അടുത്തത് അതർ കറന്റ് ലയബിലിറ്റീസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അൺപെയ്ഡ് ഡിവിഡൻസ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് മുതലായ എമൗണ്ട്സ് ഒക്കെ നമ്മൾ അതർ കറന്റ് ലയബിലിറ്റീസിലാണ് കാണിക്കുക. ഷോർട്ട് ടേം പ്രൊവിഷൻസിൽ എന്തൊക്കെ നമ്മൾ കാണിക്കും? ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പ്രൊവിഷൻസ്, ഇതൊക്കെ നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷൻസിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പറഞ്ഞു ബോറോയിങ്സ്, അല്ലെ? വായ്പകൾ. ബോറോയിങ്സിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലോങ് ടേം ബോറോയിങ്സും ഷോർട്ട് ടേം ബോറോയിങ്സും. ലോങ് ടേം ബോറോയിങ്സിനുള്ള ഉദാഹരണങ്ങളാണ് എന്ത്? ടേം ലോൺ, ഡിബെഞ്ചേഴ്സ്, ബോൺസ്. ഷോർട്ട് ടേം ബോറോയിങ്സിനുള്ള ഉദാഹരണങ്ങളാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്നുള്ളതൊക്കെ.
അപ്പൊ ലോങ് ടേം ബോറോവിങ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോൺ കറന്റ് ലൈബിലിറ്റീസിലും, ഷോർട്ട് ടേം ബോറോവിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കറന്റ് ലൈബിലിറ്റീസിലുമാണ് നമ്മൾ കാണിക്കുക. ബോറോയിങ്സിലെ ഇൻട്രസ്റ്റ് റേറ്റ്, റീപേയ്മെന്റ് പീരീഡ് തുടങ്ങിയവ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ വിശദീകരിക്കണം. പിന്നെ ഒരു വേർഡാണ് എന്ത്, ട്രേഡ് പേയബിൾ പറഞ്ഞത്. ട്രേഡ് പേയബിൾ എന്നത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ട്രേഡ് പേയബിൾ എന്നത് സപ്ലയേഴ്സിനോട് എന്താ പറയുക, ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കാനുള്ള തുകയാണ് എന്ത് പറയുന്നത്, ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കറന്റ് ലൈബിലിറ്റി ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ട്രേഡ് പേയബിൾസിനുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെന്റ് ടു വെൻഡേഴ്സ്, ഇതൊക്കെ ട്രേഡ് പേയബിൾസിനുള്ള ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. അപ്പൊ ഇങ്ങനെയുള്ള സപ്ലയേഴ്സിന് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ സപ്ലൈ അക്കൗണ്ട്സ് വേർതിരിച്ച് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം. അതേപോലെ തന്നെ എപ്പോഴാണ് ട്രേഡ് പേയബിളിന്റെ ഡ്യൂ ഡേറ്റ്സ്, അൺപെയ്ഡ് എമൗണ്ട് എത്രയെങ്കിലും ഉണ്ടെങ്കിൽ ആ എമൗണ്ട്, പിന്നെ അതേപോലെ 6 മാസം ആയിട്ടും കൊടുക്കാത്ത തുകകൾ, 1 വർഷമായിട്ടും കൊടുക്കാത്ത തുകകൾ എന്നുള്ള രീതിക്ക് നമ്മൾ അതിനെ വേർതിരിച്ച് കാണിക്കുകയും വേണം. പിന്നെ നമ്മൾ അതിൽ പറഞ്ഞാണ് അതർ ലൈബിലിറ്റീസ് പറഞ്ഞിട്ട്. ഇത് ട്രേഡ് പേയബിൾസ് അല്ലാത്ത എല്ലാ ബാധ്യതകളും ഉൾക്കൊള്ളുന്ന ഒരു സബ് ഹെഡാണ് എന്താ അതർ ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ വരിക, അൺപെയ്ഡ് ഡിവിഡൻഡ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് പറയുമ്പോൾ GST പേയബിള്, പ്രൊവിഡന്റ് ഫണ്ട് പേയബിള്, ടാക്സ് പേയബിള്, അതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൽ വരിക. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ്, വേജസ്, ഇതൊക്കെ അതർ ലൈബിലിറ്റീസിന്റെ അണ്ടറിൽ വരും. പിന്നെന്താ വരിക, അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സിൽ എന്തെങ്കിലും അഡ്വാൻസ് നമ്മൾ നേരത്തെ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അതർ ലൈബിലിറ്റീസിന്റെ അണ്ടറിലാണ് കാണിക്കുക. പിന്നെ നമ്മൾ ഒരു വേർഡ് പറഞ്ഞത് എന്തായിരുന്നു, പ്രൊവിഷൻ എന്നാണ്. പ്രൊവിഷൻ എന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന ചെലവുകൾക്കോ അല്ലെങ്കിൽ ബാധ്യതകൾക്കോ വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷനും ഈ പറഞ്ഞ പോലെ 2 രീതിയിലുണ്ട്, ഷോർട്ട് ടേം പ്രൊവിഷൻസും ലോങ് ടേം പ്രൊവിഷൻസും. ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ്, പേയബിൾ, ടാക്സ് ലൈബിലിറ്റി, ഇതൊക്കെ ഷോർട്ട് ടേം പ്രൊവിഷനാണ്. ലോങ് ടേം പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്, പെൻഷൻ ഫണ്ട്, ഇതൊക്കെ ലോങ് ടേം പ്രൊവിഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത്ര നേരമായിട്ട് നോക്കിയത്, നോൺ കറന്റ് ലൈബിലിറ്റീസ്, അതായത് ദീർഘകാല ബാധ്യതകൾ, ടേം ലോൺ, ഡിബെഞ്ചേഴ്സ്. കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ചെറുകാല ബാധ്യതകൾ, ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിനുള്ളിൽ നമ്മൾ വീട്ടേണ്ട ബാധ്യതകൾ, അതിനെയാണ് കറന്റ് ലൈബിലിറ്റി. ഷോർട്ട് സ്പാൻ പറയുമ്പോൾ വിത്തിൻ 12 months. അതിനുള്ള ഉദാഹരണമാണ് എന്ത്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ബോറോയിങ്സ് നമ്മൾ 2 തരത്തിലുണ്ട് പറഞ്ഞു, ലോങ് ടേമും ഷോർട്ട് ടേമും ഉണ്ട് പറഞ്ഞു. ബോറോയിങ്സ് പറഞ്ഞാൽ വായ്പകൾ, അതിനുള്ള ഉദാഹരണമാണ് ബാങ്ക് ലോൺ, ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ. ട്രേഡ് പേയബിൾസ് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ട്രേഡ് പേയബിൾസ് നമ്മൾ യൂഷ്വലി നമ്മുടെ കറന്റ് ലൈബിലിറ്റീസിലാണ് വരിക, അതായത് വിതരണക്കാരോട് അടയ്ക്കാനുള്ള തുക, സപ്ലയേഴ്സിന്റെ ഡ്യൂ. പ്രൊവിഷൻസും ഈ പറഞ്ഞ പോലെ ലോങ് ടേം പ്രൊവിഷൻസും വരാം, ഷോർട്ട് ടേം പ്രൊവിഷൻസും വരാം. ലോങ് ടേം ആണെങ്കിൽ നോൺ കറന്റിലും ഷോർട്ട് ടേം ആണെങ്കിൽ കറന്റ് ലൈബിലിറ്റീസിലുമാണ് നമ്മൾ കാണിക്കുക. പ്രൊവിഷൻസ് പറഞ്ഞാൽ ഭാവിയിലെ ചെലവുകൾക്കായിട്ട് മാറ്റി വെക്കുന്ന തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ടാക്സ് പ്രൊവിഷൻ, ഡിവിഡൻഡ്, ഇതൊക്കെ പ്രൊവിഷനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താണെന്ന് പഠിച്ചു അല്ലെ. കമ്പനിയുടെ സ്വന്തം മൂലധനമാണ് എന്തെന്ന് പറഞ്ഞത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞത്. ലൈബിലിറ്റീസ് നമ്മൾ പഠിച്ചു. ലൈബിലിറ്റീസ് എന്താണ്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള, കമ്പനി കൊടുക്കാനുള്ള തുകയാണ് നമ്മൾ ലൈബിലിറ്റീസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഒരു ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അസറ്റിന്റെ പാർട്ടാണ് അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. അസറ്റിൽ ഈ പറഞ്ഞ പോലെ നോൺ കറന്റ് അസറ്റ്സും ഉണ്ട്, കറന്റ് അസറ്റ്സും ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അസറ്റ്സ്, ആസ്തികൾ. അസറ്റ് എന്നത് ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഭാവിയിൽ എക്കണോമിക് ബെനിഫിറ്റ് നൽകുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അസറ്റിനെ
കറണ്ട് അസറ്റ്സ് എന്നും അതേപോലെ നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഓർ സെറ്റിൽ വിത്തിൻ 12 months ഓർ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഒരു ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ അകത്തോ അല്ലെങ്കിൽ 12 monthsനുള്ളിലോ നമുക്ക് ആ ഒരു അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത് ആണ് എന്ത് പറയുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് അല്ലാത്ത എല്ലാം എന്താണ്, നോൺ കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിനുള്ള എക്സാമ്പിൾ ആണ് എന്ത്, ക്യാഷ്, ഇൻവെന്ററി, റിസീവബിൾസ്. നോൺ കറണ്ട് അസറ്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ് ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടേം അഡ്വാൻസസ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവ. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും സബ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരണം എന്നുള്ളത് നമുക്ക് നോക്കാം. നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഇവയാണ് കമ്പനിയുടെ ദീർഘകാലമായിട്ട്, അതായത് മോർ ദാൻ 1 year ഉപയോഗിക്കാവുന്ന ആസ്തികൾ. ഇവ ഉടനെ പണമായിട്ട് മാറ്റാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ക്ലാസിഫിക്കേഷൻ, ഈ നോൺ കറണ്ട് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തത് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. കമ്പനി അതിന്റെ ഉൽപാദനത്തിനും അല്ലെങ്കിൽ സർവീസിനും വേണ്ടി ഉപയോഗിക്കുന്ന ടാഞ്ചിബിൾ അസറ്റ്സ് ആണ് എന്ത് പറയുന്നത്, ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, വെഹിക്കിള്, ഫർണിച്ചർ ഇവയൊക്കെ. ഈ ഫിക്സഡ് അസറ്റിന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യണം. അങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ഈ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും. പിന്നെ വരുന്നത് എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തത് പക്ഷെ മൂല്യമുള്ള അസറ്റ്സ്, അതായത് നമുക്ക് തൊടാനോ കാണാനോ സാധിക്കില്ല, പക്ഷെ ആ ഒരു അസറ്റിന് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. അതിനുള്ള ഉദാഹരണമാണ് എന്ത്, ഗുഡ് വിൽ, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, സോഫ്റ്റ്വെയർ തുടങ്ങിയവ. പിന്നെ അടുത്തത് വരുന്നതാണ് എന്ത്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. കമ്പനി ദീർഘകാലമായിട്ട് നിക്ഷേപിക്കുന്ന തുകകളെയാണ്, ദീർഘകാലത്തേക്ക് അതായത് മോർ ദാൻ 12 monthsന് വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന അമൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനി വേറൊരു കമ്പനിയിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സബ്സിഡറി ഇൻവെസ്റ്റ്മെന്റ്സോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഏതിൽ വരും, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ വരും. ഡെഫേർഡ് ടാക്സ് അസറ്റ് അല്ലെ, നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി പറഞ്ഞ ലയബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസറ്റ് സൈഡ് വരുമ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്, കമ്പനി അധികമായിട്ട് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട്, ഭാവിയിൽ അതിൽ നിന്നും ബെനിഫിറ്റ് കിട്ടുന്ന അമൗണ്ട്സ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. മറ്റ് കമ്പനികൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും നൽകിയ ദീർഘകാല ലോൺസ് ആണ് നമ്മൾ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ വന്നിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോൾ പഠിച്ചത് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ഇനി കറണ്ട് അസറ്റ്സ് എന്താണെന്നും അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് പറഞ്ഞാൽ ഇവയാണ് കമ്പനിയുടെ ഒരു വർഷത്തിനുള്ളിൽ പണമായി മാറ്റാനോ ഉപയോഗിക്കാനോ ഉദ്ദേശിക്കുന്ന അസറ്റ്സ്. ഇതിന്റെ സബ് ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ പ്രധാന വിഭാഗങ്ങളിൽ ഏതൊക്കെ വരും, ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക്. കമ്പനി വിറ്റഴിക്കാൻ തയ്യാറാക്കിയ വസ്തുക്കളും അല്ലെങ്കിൽ ഉൽപാദനത്തിനുള്ള മെറ്റീരിയൽസും ആണ് നമ്മൾ ഇൻവെന്ററീസിൽ വാല്യൂ ആയിട്ട് കാണിക്കുക. എക്സാമ്പിൾ ആണ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർസ് ആൻഡ് സ്പെയർസ്. ഇതൊക്കെ നമ്മൾ ഇൻവെന്ററീസിലാണ് കാണിക്കുക. നെക്സ്റ്റ് ട്രേഡ് റിസീവബിൾസ്. ക്രെഡിറ്റിൽ വിൽക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള തുകയാണ് എന്ത്, ട്രേഡ് റിസീവബിൾസ്. ഇതിൽ ഡെപ്റ്റേഴ്സും അതേപോലെ ബിൽസ് റിസീവബിൾസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. കയ്യിലുള്ള പണം, ബാങ്കിലെ ബാലൻസ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് തുടങ്ങിയവയൊക്കെ ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇവ കമ്പനിയുടെ ലിക്വിഡിറ്റി കാണിക്കാനുള്ള ഒരു പ്രധാന ഘടകമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പറയുന്നത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്.
മറ്റുള്ളവരിൽ നിന്ന് അടുത്ത 12 മാസത്തിനുള്ളിൽ ലഭിക്കാനിരിക്കുന്ന തുകയാണ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. അടുത്തത് അതർ കറണ്ട് അസറ്റ്സ്. പ്രീപെയ്ഡ് അതർ കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെ വരും? പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതായത് മുൻകൂട്ടി എന്തെങ്കിലും ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. അക്രൂഡ് ഇൻകം തുടങ്ങിയ ചെറുകാല ആസ്തികളൊക്കെയാണ് ഏതിൽ വരിക? അതർ കറണ്ട് അസറ്റ്സിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകണം? അസറ്റ്സിന്റെ പർച്ചേസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ മെത്തേഡ്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കണം. പിന്നെ റീവാലുവേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നേച്ചറും മാർക്കറ്റ് വാല്യൂവും എത്രയാണെന്നുള്ളത് ഡിസ്ക്ലോഷറിൽ കാണിക്കണം. പിന്നെ ട്രേഡ് റിസീവബിൾസിൽ MSME കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വേർതിരിച്ചിട്ടും കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം നോക്കിയത് എന്തായിരുന്നു? നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് പറഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കാനുള്ള അസറ്റ്സുകൾ. ഉദാഹരണമാണ് ബിൽഡിംഗ്, മെഷീനറി തുടങ്ങിയവ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് രൂപമില്ലാത്ത അസറ്റ്സുകൾ. ഗുഡ് വില്ല്, രൂപമില്ല പക്ഷെ വാല്യൂ ഉണ്ട്. ഓക്കെ, തൊടാനോ കാണാനോ പറ്റാത്ത അസറ്റ്സുകൾ. അതിനുള്ള ഉദാഹരണമാണ് എന്ത്? ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഒക്കെ. കറണ്ട് അസറ്റ്സ് പറയുന്നത് ചെറുകാല ആസ്തികൾ, അസറ്റുകൾ, സ്റ്റോക്ക്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് റിസീവബിൾസ് എന്താണെന്ന് പഠിച്ചു അല്ലെ? ക്രെഡിറ്റ് കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള എമൗണ്ട് ആണ് നമ്മൾ ട്രേഡ് റിസീവബിളിൽ കാണിക്കുക. ഉദാഹരണമാണ് ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ തുടങ്ങിയവ. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. കയ്യിലോ ബാങ്കിലോ ഉള്ള പണത്തിന്റെ ബാലൻസ് ആണ് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ കാണിക്കുക. ഉദാഹരണം ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഒക്കെ. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉടൻ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പണമായിട്ട് മാറ്റാനോ പറ്റുന്ന അസറ്റ്സുകൾ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ. നമ്മൾ ബാലൻസ് ഷീറ്റും ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കി. ഫോർമാറ്റിൽ വരുന്ന ഹെഡ്സും അതിന്റെ സബ് ഹെഡ്സും ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ആ ഒരു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് കറക്റ്റ് ബാലൻസ് ഷീറ്റ് അല്ല, ചില ഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് പ്രകാരം നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ മെയിൻ എയിം പറയുന്നത്. അപ്പൊ ഫ്രം ദ ഫോളോയിങ് particulars of Shine and Bright Co. Limited as at March 31st, 2017, prepare the balance sheet in accordance with Schedule 3. Schedule 3 പ്രകാരം ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് 2,40,000. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി ഒരു എക്സ്പെൻസിന് വേണ്ടി പേ ചെയ്തിരിക്കുകയാണ്. ആ ഒരു എക്സ്പെൻസ് നമുക്ക് ഇൻകർ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ മുൻകൂട്ടി എക്സ്പെൻസിന് വേണ്ടിയിട്ട് പേ ചെയ്തിരിക്കുകയാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പൊ അതെന്താണ്? നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ അത് ഏത് സൈഡാണ് നമുക്ക് വരേണ്ടത്? അസറ്റ് സൈഡാണ് നമുക്കത് വരേണ്ടത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ളത് യൂഷ്വലി എങ്ങനെയാണ് വരിക? കറണ്ട് അസറ്റ്സ് ആണോ, നോൺ കറണ്ട് അസറ്റ്സ് ആണോ, എങ്ങനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ളത് വരിക? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ളത് യൂഷ്വലി നെക്സ്റ്റ് 12 മന്ത്സിനുള്ളിൽ ഇൻകർ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെൻസിന് വേണ്ടി നമ്മൾ അഡ്വാൻസ് കൊടുത്തതായിരിക്കും. അപ്പൊ അത് നോൺ കറണ്ട് അസറ്റ്സിലാണ് വരിക. അസറ്റിൽ നോൺ കറണ്ട് അസറ്റ്സിലായിരിക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് വരിക. പിന്നെ 10% ഡിബെഞ്ചർ 2 lakh. ഡിബെഞ്ചർ എന്ന് പറയുന്നത് എന്താണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിബെഞ്ചേഴ്സ് നമ്മുടെ ബോറോയിങ്സ് ആണ് അല്ലെ. 10% ഡിബെഞ്ചർ ഷെയർസും ഡിബെഞ്ചേഴ്സും നമ്മുടെ കടമാണ്. അത് നമ്മുടെ ലോങ് ടേം ബോറോയിങ്സിൽ വരുന്നതാണ്. അപ്പൊ അത് ഏത് സൈഡ് വരണം? ലൈബിലിറ്റി സൈഡാണ് വരേണ്ടത്. അത് നോൺ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് വേണം നമ്മൾ കാണിക്കാനായിട്ട്. പിന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് പറയുന്നതാണ് എന്ത്? ഇൻവെന്ററി. ഇൻവെന്ററി എന്താണ്? ഒരു അസറ്റാണ്. അസറ്റിലെ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരിക? നോൺ കറണ്ട് അസറ്റിലാണ് വരിക. നോൺ കറണ്ട് അസറ്റിലല്ല, കറണ്ട് അസറ്റിലാണ് സ്റ്റോക്ക് വരിക. പിന്നെ വരുന്നത് ക്യാഷും അസറ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ക്യാഷും എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ദെൻ ബിൽസ് റിസീവബിൾ നമ്മൾ പഠിച്ചു. ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ എല്ലാം എന്താണ്? കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ
ബിൽസ് റിസീവബിൾ പറയുന്നത് അസറ്റ് ആണ്. അസറ്റിൽ കറന്റ് അസറ്റ്സിന്റെ അണ്ടറിൽ ട്രേഡ് റിസീവബിൾസിലാണ് ബിൽസ് റിസീവബിൾ വരേണ്ടത്. അടുത്തത് ഗുഡ്വിൽ. ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അതൊരു നോൺ കറന്റ് അസറ്റ് ആണ്. നോൺ കറന്റ് അസറ്റിന്റെ അണ്ടറിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ് എന്ത് വരേണ്ടത്? ഗുഡ്വില്ല് വരേണ്ടത്. അടുത്തത് ലൂസ് ടൂൾ. ലൂസ് ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു അസറ്റ് ആണ്. അസറ്റ് നോൺ കറന്റ് അസറ്റിന്റെ അണ്ടറിൽ ഫിക്സഡ് അസറ്റിൽ, അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിലാണ് എന്ത് വരേണ്ടത്? ലൂസ് ടൂൾസ് വരുന്നത്. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിളും കമ്പനിയുടെ എന്താണ്? ഒരു അസറ്റ് ആണ്. അപ്പൊ അതും അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് ആയിട്ട്, ടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് നമ്മൾ മോട്ടോർ വെഹിക്കിളിനെ കാണിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്? പ്രൊവിഷൻ ഫോർ ടാക്സ്. ടാക്സിന് വേണ്ടി ഒരു പ്രൊവിഷൻ, ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ അത് നമ്മുടെ ഒരു ലയബിലിറ്റിയാണ്. അപ്പൊ അത് ലയബിലിറ്റി സൈഡ് വേണം കാണിക്കാനായിട്ട്. ഇനി കറക്റ്റ് ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിൽ ഇതിനെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ചുമ്മാ പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ നോട്ട്സ് ടു അക്കൗണ്ട്സ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യും വേണം. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നു? പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പേഴ്സ്, പിന്നെ കറന്റ് ഇയറിലുള്ള ഫിഗേഴ്സ്, പ്രീവിയസ് ഇയറിലുള്ള ഫിഗേഴ്സ്. നമുക്കിപ്പോൾ പ്രീവിയസ് ഇയറിന്റെ ഫിഗേഴ്സ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ ഫുള്ളി ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്താ വരിക? ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് വരും. അതിന്റെ സബ് ഹെഡ് ആയിട്ട് നോൺ കറന്റ് ലയബിലിറ്റീസും കറന്റ് ലയബിലിറ്റീസും വരും. അതിന് മുന്നേ ഇപ്പൊ ഇക്വിറ്റിയുടെ ഒന്നും തന്നിട്ടില്ല നമുക്ക് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇക്വിറ്റി പറഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പറഞ്ഞിട്ട് ആദ്യം കാണിക്കാത്തത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊടുത്ത് തന്നെ അതിനുശേഷമായിരിക്കും ലയബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള നോൺ കറന്റ് ലയബിലിറ്റീസും കറന്റ് ലയബിലിറ്റീസും കാണിക്കുന്നുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ മൊത്തം ടോട്ടൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പിന്നെയാണ് സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള അസറ്റ്സ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെ അസറ്റ്സ്. അസറ്റ്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നോൺ കറന്റ് അസറ്റ്സും കറന്റ് അസറ്റ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എഗെയിൻ നോൺ കറന്റ് അസറ്റ്സിനെ ഈ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റിനെ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. പിന്നെ അതിൽ നോൺ കറന്റ് അസറ്റ്സും അടുത്ത ക്ലാസിഫിക്കേഷൻ വന്നു. ഫിക്സഡ് അസറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ നോൺ കറന്റ് അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് അസറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നത് കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ്സിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് സൈഡിന്റെ ടോട്ടലും കൂടി കാണും. അസറ്റ് സൈഡിന്റെ ടോട്ടലും ലയബിലിറ്റി സൈഡിന്റെ ടോട്ടലും കാണുമ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റ് പ്രകാരം ഈ എമൗണ്ട്സ് ബാലൻസ് ഷീറ്റിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇലിസ്ട്രേഷനിൽ നമ്മൾ രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കിയാൽ ഈക്വൽ ആവണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത് എവിടെ പ്ലേസ് ചെയ്യണു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ബോറോയിങ്സിൽ പെടുന്നത് ഏതായിരുന്നു? ഒരു 10% ഡിബെഞ്ചർ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ 10% ഡിബെഞ്ചർ പറഞ്ഞിട്ടൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ ലോങ് ടേം ബോറോയിങ്സിൽ 2 lakh വരുന്നുണ്ടെന്ന് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ലോങ് ടേം ബോറോയിങ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇതിപ്പോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പുറത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ഇവിടെ 1 പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, നോട്ട്സ് ടു അക്കൗണ്ട്സിൽ 1 ഉള്ളത് നമുക്ക് നോക്കി വെച്ചാൽ ഈ ലോങ് ടേം ബോറോവിങ്സ് എന്താണെന്നും ഏതൊക്കെ എമൗണ്ട് ചേർന്നിട്ടാണ് ഈ 2 lakh വന്നതെന്നുള്ളതും അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻ, നമ്മൾ ടാക്സിന് വന്നിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് വന്നിട്ട് ഒരു 16,000 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ പ്രൊവിഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് 16,000. അപ്പൊ ഇങ്ങനെ നോക്കി വെച്ചാൽ എന്തിന്റെ പ്രൊവിഷൻ എന്നുള്ളത് അറിയില്ല. അപ്പൊ അത് ആ പ്രൊവിഷൻ ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ എവിടെ പോകണം? നോട്ട് നമ്പർ 2 എടുത്ത് നോക്കണം. ഓക്കെ, അപ്പൊ അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് പോസ്റ്റ് ചെയ്യാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അസറ്റ് സൈഡ് വരാം. അസറ്റ് സൈഡ് ഫിക്സഡ് അസറ്റിന്റെ കാറ്റഗറിയിൽ ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് ഒരു 4,75,000 അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് ഒരു 30,000 കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫിഗർ മാത്രമേ ഉള്ളൂ. ഏതിന്റെയാണ് 4,75,000, ഏതിന്റെയാണ് 30,000 എന്നുള്ളത് അറിയില്ല. അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് എവിടെ പോയി നോക്കണം? നോട്ട് നമ്പർ 3 വേണം നോക്കാനായിട്ട്. അപ്പൊ ആദ്യം നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട്? മെയിൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ആൻസർ എഴുതി വരുമ്പോൾ മെയിൻ ബാലൻസ് ഷീറ്റിൽ സ്പേസ് വിട്ടിട്ട് പിന്നെ വേണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം മുകളിൽ എന്ത് പ്രിപ്പയർ ചെയ്യാൻ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ നോൺ കറന്റ് അസറ്റ്സ് പറഞ്ഞിട്ട് ഒരു 2,40,000 കിടക്കുന്നുണ്ട്.
അതെന്താണെന്ന് നമുക്കിത് നോക്കി അറിയാൻ പറ്റുന്നില്ല. അത് എന്താണെന്ന് അറിയണമെങ്കിൽ എവിടെ നോക്കണം? നമ്മുടെ 5th നോട്ട്സിൽ നോക്കണം. പിന്നെ കറണ്ട് അസറ്റ്സിന്റെ അണ്ടറിൽ ഇൻവെന്ററീസ്, ട്രേഡ് റിസീവേഴ്സ്, ക്യാഷ് ഇൻ, ക്യാഷ് ഇക്വലൻസ് പറഞ്ഞിട്ട് ഓരോ എമൗണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഏതാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ഉള്ള ഓരോരോ നോട്ട് നമ്പറിൽ പോയിട്ട് നോക്കണം. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ നോട്ട് നമ്പർ അവിടെ ഇട്ട് അതേ നോട്ട് നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെ ബാലൻസ് ഷീറ്റിന്റെ ഇതിലും നോട്ട് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ ഇനി ഈ നോട്ട് നമ്പർ വെച്ചിട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം നെക്സ്റ്റ്.